തമ്പനയിൽ കണ്ട പോലെ 6 മാർക്ക് നഷ്ടപ്പെടുത്തലാണ്. 6 മാർക്ക് നഷ്ടപ്പെടുത്തല്ലേ? ഒഫീഷ്യലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാകും അല്ലേ? ഒഫീഷ്യലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അപ്പം നോക്കിക്കോളൂ സാറേ, ചോദ്യം വന്നാൽ ഒന്നും നോക്കണ ഉത്തരം എഴുതിക്കോളൂ കേട്ടോ. നോക്കൂ നിങ്ങൾ, നമ്മൾ ഒഫീഷ്യലായിട്ട് വന്നാൽ നമ്മൾ ഫ്രം എഴുതിക്കാണ്ട് അഡ്രസ്സ് എഴുതും, ആർക്കാണോ അയക്കാനുള്ളത് അല്ലേ? പിന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്ന അറിയോ? ഡേറ്റ് കൊടുക്കും. ദെൻ ടു ആർക്കാണോ കൊടുക്കാനുള്ള അയാളുടെ അഡ്രസ്സ് കൊടുക്കും. ക്ലിയർ? ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. അപ്പോൾ സാറേ ഇതെങ്ങാനും ഒഫീഷ്യൽ മെയിൽ ആണെങ്കിലോ പ്രശ്നമല്ലടാ, ഇതെങ്ങനെ മെയിലാക്കുന്നു ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോളൂ, വീഡിയോ അവസാനം വരെ കണ്ടോളൂ കേട്ടോ. സബ്ജക്റ്റ് കൊടുത്തിട്ട് റിഗാർഡിങ് അബൌട്ട് എന്തിനെ കുറിച്ചാണോ നമുക്ക് പറയാനുള്ളത് ആ വിഷയം ഇവിടെ ചെയ്ത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആൻ ഓൾഡ് മാൻ വിത്ത് എനോർമസ് സ്വിങ്സ് പറയുന്ന ചാപ്റ്ററിലേടാ. ആ ചാപ്റ്ററിലുള്ള മനുഷ്യന്മാരുടെ ഹ്യൂമൻ ബീങ്സിന്റെ ക്രൂവൽറ്റിയെ കുറിച്ചാണ് പറയാനുള്ളതെങ്കിൽ നോക്കുന്നത് പീപ്പിൾസ് ക്രൂവൽറ്റി അഗെയിൻസ്റ്റ് ആൻ ഏഞ്ചൽ എന്ന് പറഞ്ഞാണ് ഇവിടെ കൊടുക്കുക. റിഗാർഡിങ് അബൌട്ട് അതിനെക്കുറിച്ച് പറയാനാണെന്ന് പറഞ്ഞുകൊണ്ടിട്ടോ നിങ്ങൾ ഒഫീഷ്യൽസിന് കത്തയക്കുകയാണെങ്കിൽ, റെസ്പെക്റ്റഡ് സാർ, ത്രൂ ദിസ് ലെറ്റർ ഓഫ് മൈൻ, എൻ്റെ ഈ കത്തിലൂടെ നിങ്ങൾക്ക് കാണുന്നില്ലേ, എൻ്റെ ഈ കത്തിലൂടെ ഐ വിഷ് ടു ഡ്രോ ദ അറ്റൻഷൻ ഓഫ് ദ റീഡർ, ഇത് വായിക്കുന്ന ആളുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുന്നു. എന്തിനെതിരെ? യെസ്, ടുവാർഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ലെറ്റർ, ഈ കത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക്. ഐ ആം സെൻഡിങ് ദിസ് ലെറ്റർ ടു, ഞാൻ ഈ കത്ത് അയക്കുന്നത് എന്തിനാണെന്നറിയോ? ടു ഇൻഫോം യു, നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ അറിയിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനാണെങ്കിലോ പറ, ടു റിക്വസ്റ്റ് യു, നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, നിങ്ങൾ എന്തിനാണ് കത്ത് അയക്കുന്നത് എന്നിട്ടോ. അല്ലെങ്കിൽ ടു ഷെയർ യു, നിങ്ങളുമായി പങ്കുവെക്കാനാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും എന്തിനാണ് നിങ്ങൾ കത്തയക്കുന്നത് എന്നുള്ളത് കേട്ടോ. ബൈ ദ വേ, അത് പറഞ്ഞതിന് ശേഷം ഐ ഹോപ്പ് യു വിൽ കൺസിഡർ ദിസ് ലെറ്റർ വിത്ത് ഫുൾ ഓഫ് ഇറ്റ് സീരിയസ്നെസ്, ഇതിൻ്റെ എല്ലാ സീരിയസ്നെസ്സോടും കൂടിയിട്ട് നിങ്ങൾ ഈ കത്തിനെ പരിഗണിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ദ മെയിൻ റീസൺ ബിഹൈൻഡ് സെൻഡിങ് ദിസ് ലെറ്റർ, ഈ കത്ത് അയക്കാനുള്ള പ്രധാന കാരണം, ഇവിടെ ലെറ്റർ നാട്ടോ, ലെറ്റർ ആണെങ്കിൽ അവിടെ ലെറ്റർ എന്ന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇവിടെ ആ വിഷയം എഴുതി കൊടുക്കണം. എൻ്റെ മക്കൾ ഇവിടെ എന്ത് ചെയ്യണമെന്നറിയോ? ആ ടോപ്പിക് എന്താണോ ആ ടോപ്പിക് ഇവിടെ എഴുതി കൊടുക്കുക. കത്ത് എഴുതാനുള്ള കാരണം എന്താണെന്നറിയോ? മനുഷ്യന്മാർ ആ ഏഞ്ചലിനോട് ചെയ്യുന്നത് വളരെ ക്രൂരമായിട്ടുള്ള പ്രവൃത്തികളാണ്. അതിനെ പോക്ക് ചെയ്യുന്നു, അതിനെ ടീസ് ചെയ്യുന്നു, അതിന് കല്ലെടുത്ത് എറിയുന്നു എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളില്ല. അത് എഴുതി കൊടുത്തതിന് ശേഷം ഐ റിക്വസ്റ്റ് യു, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ടു ലുക്ക് ഇൻ ടു ദിസ് മാറ്റർ, ഈ വിഷയത്തിൻ്റെ ഗൗരവത്തിലേക്ക് നോക്കാനും, ആൻഡ് ടേക്ക് നെസസറി സ്റ്റെപ്സ്, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യണം കേട്ടോ. ഫോർ ദിസ്, ഇതിന് വേണ്ടിയിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന്. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ, നിങ്ങളുടെ അടുത്ത് ഞാനൊരു മറുപടി ഉടൻ പ്രതീക്ഷിക്കുന്നു. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി വനജ. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ എഴുതി വരുന്ന സമയത്ത് ഇത്രയും ഉണ്ടാവും കേട്ടോ. സി, അപ്പോൾ സാർ ഇതെങ്ങനെ മെയിലാക്കുക? മെയിലാണെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ, മെയിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നേരെ ഒരു ബോക്സ് വരക്കുന്നു. ബോക്സ് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ബോക്സ് ഉണ്ടാവില്ലടാ, 1 2 3 4 എന്ന് പറയുന്ന 4 ബോക്സ് ഉണ്ടാവില്ലേ? ഇവിടെ നമ്മൾ 2 വരക്കുന്നു അല്ലേ? 2 ആർക്കാണോ @gmail.com, ദെൻ CC, ദെൻ BCC അല്ലേ? കാർബൺ കോപ്പി, ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഇവിടെ സബ്ജക്റ്റ് എന്നുള്ളത് നമ്മൾ ഈ കണ്ട ഈ സബ്ജക്റ്റ് ഉണ്ടാവില്ലേ? ഈ സബ്ജക്റ്റ് എന്ത് ചെയ്യണം? ഇവിടെ എടുത്ത് എഴുതുക. ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ട ഈ ടോപ്പിക്കില്ലേടാ, ഇതാണ് ആ ടോപ്പിക് കേട്ടോ. ആ ടോപ്പിക്ക് നമ്മൾ ആ ബോക്സിൽ എഴുതി വെച്ച് അവസാനം ഒരു സെൻഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ വെക്കുക. ഇമെയിലിൻ്റെ മാർക്ക് സെറ്റ്. അപ്പോൾ 6 മാർക്ക് കളയല്ലേ? റെഡി അല്ലേ? അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് നിങ്ങൾക്ക് ഉത്തരമാണ് വേണ്ടതെങ്കിൽ ഇന്ന് രാത്രിയത്തെ ലൈവിൽ നിങ്ങൾ വായോ. മാത്രമല്ല ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. കാണാം നമുക്ക് ലൈവിൽ. ബൈ.